എവരിവൺ, അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. ഞാൻ ഡവിൻ്റെ തന്നെ യൂസ് ചെയ്യല്. ഡവിൻ്റെ തന്നെ എൻ്റെ കയ്യിലുള്ളൂ. സോ നമുക്ക് അത് അപ്ലൈ ചെയ്യാം. കുറച്ച് എടുക്കുള്ളൂ കേട്ടോ. നമുക്ക് അടുത്തത് എൻചൈൻറ്റിൻ്റെ ഈ ഒരു പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരാണ്ട് ഇതൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും എൻ്റെ വീട്ടിലുണ്ടാവുക. സോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, അധികം നോക്കിയിട്ടില്ല. ഡെയിലി ഇങ്ങനെ എടുക്കലൊന്നുമില്ല, വെറുതെ എടുക്കുമ്പോൾ ഒരു ഭ്രാന്ത് തോന്നും. അപ്പം കുളിച്ചിരിക്കും, ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വിചാരിച്ചിട്ട് വെറുതെ മേക്കപ്പ് ഇട്ടിട്ട് സ്വന്തം സൗന്ദര്യം സ്വയം ആസ്വദിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് കയറും. കണ്ണെഴുതാം. ഡാസ്ലറിൻ്റെ ഈ ഒരു കുഞ്ഞ് മിനി ഐലൈനറാണ്. ഈ ഐലൈനറിനെ കുറേ യൂസ് ചെയ്യും, കാരണം നമ്മൾ പുറത്ത് പോകുമ്പോഴല്ലേ കണ്ണെഴുതുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇന്ന് വെറുതെ എഴുതുന്നതാണ്. സോ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, കുറച്ചായി. സാധാരണ എൻ്റെ കണ്ണിൻ്റെ മേലെ എഴുതാൽ കാണുന്നില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുതുന്നത്. പിന്നെ കണ്ണെഴുതിയിട്ട് കാണാം. കണ്ണെഴുതിയിട്ട് ലോങ് പ്രോസസ്സാണ്. ഇതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. സോ കണ്ണെഴുതി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ കണ്ണെഴുതൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക് ഇടലാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ DLC 025 ഷെയ്ഡാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഞാനത് മീഷോന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ, ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഡെയിലി യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ 2 ദിവസമൊക്കെ തന്നെ 3 ദിവസമൊക്കെ അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ ലിപ്പ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആവുന്നുണ്ട്. അതെനിക്കൊരു ബാഡായിട്ട് തോന്നി. പക്ഷേ ഡെയിലി അങ്ങനെ യൂസ് ചെയ്യാത്തവർക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ. മീഡിയം ടു ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് നന്നായി ചേരുന്നതാണ്. ചിലവർ മോശം റിവ്യൂ പറയുന്നുണ്ട്, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ സ്മെല്ലും എനിക്കിഷ്ടം തന്നെയാണ്. ചിലവരിത് ടോണിക്കിൻ്റെ സ്മെല്ലാന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്കങ്ങനെ ടോണിക്കിൻ്റെ ഒന്നും തോന്നിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇതാക്കാറ്. സോ അധികമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഡോട്ടാക്കും. അയ്യോ, സോ നമ്മൾ ഓവറായിട്ട് എടുത്താലാണ് ഇത് ഭയങ്കര ഡാർക്കായിട്ട് തോന്നുള്ളൂ. കുറച്ചെടുത്തിട്ടാണെങ്കിൽ നല്ലൊരു ഷെയ്ഡായിട്ടാണ് വരിക. ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വണ്ടിയും കുറേ പുറത്തു കൂടെ പോകുന്നതിൻ്റെ സൗണ്ട് ചിലപ്പോൾ ഉണ്ടാവും, നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. എപ്പോഴും വോയിസ് ഓവർ കൊടുത്തിട്ട് എനിക്ക് മടുത്ത് സത്യം പറഞ്ഞാൽ. സോ ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ നമ്മൾ ഭയങ്കര ഭംഗിയാകുന്ന പോലെ തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഓൺ വോയിസ് ആയിട്ട് വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ടാറ്റാ.